ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിംഗാണ് ചിയ മാംഗോ പുഡിംഗ്. ഇപ്പം നാട്ടിലാണെങ്കിൽ മൺസൂൺ ടൈമാണ്. അപ്പം മാങ്ങയ്ക്കൊന്നും ഒട്ടും കുറവുണ്ടാവില്ല. എവിടെ നോക്കിയാലും സീസണാണ് ഇപ്പം മാങ്ങയുടെ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ തലേ ദിവസം കുറച്ച് ആൽമണ്ട് ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നന്നായിട്ടൊന്ന് തൊലി പോക്കി ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. സോ നമ്മളിവിടെ പുഡിങ്ങിന് വേണ്ടി ആൽമണ്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഞാനിവിടെ ബദാം വെള്ളത്തിലിട്ട് വെച്ചത്. നമുക്ക് നമ്മളുടെ പുഡിങ് എത്രത്തോളം ഹെൽത്തി ആക്കാൻ പറ്റുമോ അത്രത്തോളം ഹെൽത്തി ആക്കാം. നമുക്ക് വേണമെങ്കിൽ സാധാ നോർമൽ പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഈ ആൽമണ്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് 1/2 കപ്പ് ആൽമണ്ട് മിൽക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ആൽമണ്ട് അരച്ചത് തരിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് അതിൽ ആൽമണ്ടിൻ്റെ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ജസ്റ്റ് അത് അരച്ച് അതുപോലെ എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചിയ സീഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതാണ് ചിയ സീഡ്. അപ്പോൾ ഒരു 3 സ്പൂണ് ചിയ സീഡ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിയ സീഡ് അല്ലെങ്കിൽ കസ്കസ് എന്നൊക്കെയാണ് നമ്മൾ മലയാളികൾ ഇതിനെ പറയാം. ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ഈ ചിയ സീഡ്. ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. അതുപോലെ തന്നെ റിച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പം ഒത്തിരി ഫൈബേഴ്സും പ്രോട്ടീൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും ഒക്കെ ഒത്തിരിയുള്ള ഒരു ഐറ്റമാണ് ഈ ചിയ സീഡ്. സോ നമുക്ക് ജിമ്മിലൊക്കെ പോകുന്നതിന് മുന്നേ അതുപോലെ വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ചിയ സീഡ് കൊണ്ട് യൂസ് ചെയ്തുള്ള പുഡിംഗ് വളരെ ഹെൽത്തിയാണ്. സോ അതുപോലെ തന്നെ ഇത് ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിന്നിനും അതുപോലെ ഹെയറിനൊക്കെ ഒത്തിരി നല്ലൊരു ഐറ്റമാണ് ഈ ചിയ സീഡ്. നമുക്ക് ഫേസിലൊക്കെ വേണമെങ്കിലും സ്ക്രബ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. ഒരു തരി ഐറ്റാണല്ലോ. അപ്പം ഞാൻ കഥ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു 3 സ്പൂൺ ചിയ സീഡ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ആൽമണ്ട് മിൽക്കിലേക്ക്. സോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചിരിക്കും. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ഇടയ്ക്കൊക്കെ കുറച്ച് ആൽമണ്ടിൻ്റെ ചെറിയ പീസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് തരിച്ചിട്ടില്ല, ജസ്റ്റ് അരച്ചതുപോലെ തന്നെ എടുത്തുന്നേ ഉള്ളൂ അതിൻ്റെ മിൽക്ക്. സോ ഇനി നമുക്കിത് ഒരു ഫ്രീസറിൽ എടുത്ത് വെക്കാം. ഞാനിത് പിറ്റേ ദിവസമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളുടെ പുഡിങ്ങിൻ്റെ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മളിത് രാത്രിയാണ് ഇപ്പം ഞാനിത് ചെയ്തത്. അപ്പം നമുക്ക് നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പുഡിംഗ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നൈറ്റ് ഫുൾ ഡേ ഇത് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അപ്പം രാത്രി ഫുള്ള് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ എടുത്തതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ആൽമണ്ട് മിൽക്കിൽ ചിയ സീഡ് നന്നായിട്ട് സെറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പുഡിംഗ് തയ്യാറാക്കാൻ പോവാം. സോ നമ്മളിതാ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ അഥവാ അരയുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് കുറച്ച് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് മാംഗോയും ഉണ്ട്. അതുപോലെ മാംഗോ ചെറിയ പീസായിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതും 1 കപ്പിലുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ ചിയ മാംഗോ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഫസ്റ്റ് ബേസായിട്ട് ഞാനൊരു 2-3 സ്പൂൺ ചിയ സീഡ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 സ്പൂൺ മാക്സിമം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാംഗോ ചേർത്ത് കൊടുക്കാം. സോ മാംഗോ നമുക്ക് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മാംഗോ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ നമുക്ക് ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് ഈ ചിയ സീഡിലിട്ട് കഴിക്കാവുന്നതാണ്.
സോ ഈ മറ്റൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്. ക്യാരറ്റൊക്കെ എന്തായാലും എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഫ്രിഡ്ജിൽ കാണും. സോ നമുക്ക് ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് ഈ ചിയ സീഡിൽ ചേർത്തിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ക്യാരറ്റും ചിയ സീഡും ആകുമ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്. സോ ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ മാംഗോൻ്റെ പുഡിംഗ് ചെയ്യാൻ വിചാരിച്ചത്. സോ നമുക്ക് അടുത്തൊരു ലെയറും കൂടെ സെറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാംഗോ ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും നമ്മൾ പുഡിംഗ് കഴിക്കുമ്പോൾ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. സോ നമ്മുടെ പുഡിംഗ് ഒന്ന് കളറാക്കാൻ വേണ്ടി കുറച്ച് പൊമഗ്രാനൈറ്റ് അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിയ മാംഗോ പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. സോ ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് രാവിലെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നവരും വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഈ ചിയ സീഡിൻ്റെ പുഡിങ്സ് കേട്ടോ. അപ്പം മാംഗോയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും അതുപോലെ മിക്സഡ് ഫ്രൂട്ട്സും ഒക്കെ യൂസ് ചെയ്തിട്ട് രാവിലെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചിയ മാംഗോ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.